സായനത്തിൻ്റെ മറവിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സത്യം ഓർമ്മ വന്നത്. അയ്യോ, നാളെയാണല്ലോ ഞങ്ങൾ കുറച്ച് പേർ ചേർന്ന് വെമ്പാനാട്ട് കായലിലൂടെ ഒരു ഹൗസ് ബോട്ടിങ്. അയ്യോ, പിന്നെ ഒന്നും നോക്കിയില്ല, കൈ കെട്ടിയതെടുത്ത് യാത്രയായി. അങ്ങനെ രാവിലെ 8 മണിക്ക് പോകണമെന്ന് ചിന്തിച്ച് എഴുന്നേറ്റെങ്കിലും 8 മണിക്കൊന്നും ഇറങ്ങാൻ പറ്റാറില്ലെന്നേ. ഒരു 15 മിനിറ്റ് അങ്ങോട്ട് വൈകി. അങ്ങനെ ഇപ്പോൾ സമയം രാവിലെ 8:15. എറണാകുളത്ത് നിന്നും ആലപ്പുഴ വരെ ഇത്രയും ദൂരം സഞ്ചരിക്കണം. അപ്പോഴാണ് പലരുടെയും മെസ്സേജുകൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളെത്തി എന്ന് പറഞ്ഞ് ഓൺ ദ വേ ഞങ്ങൾ കണ്ടത്. ഞങ്ങൾക്കാകെ പേടിയായിപ്പോയി ഞങ്ങളും ആ സമയത്ത് എത്തുമോ എന്നുള്ളത്. പക്ഷേ ഏകദേശം ഒരു 10:15 അതാ ഞങ്ങളും അവിടെ എത്തി. അങ്ങനെ 11:15 ബോട്ടിൻ്റെ യാത്ര ആരംഭിച്ചു. ഒരു ഗെയിം കളിച്ച് തുടങ്ങി. പിന്നെ ബോട്ടിൽ നിന്നും എല്ലാവരും കളിയായിട്ട് നിർത്തായി. അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലരും സെൽഫികൾ എടുക്കാൻ തുടങ്ങി. ഞാനും പലരും സെൽഫികൾ എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്പീഡ് ബോട്ടുമായി കുറച്ച് പേർ ഹൗസ് ബോട്ടിൻ്റെ അടുത്തോട്ട് വന്നത്. ഒരാൾക്ക് 300 രൂപ തന്നു കഴിഞ്ഞാൽ വേമ്പനാട്ട് കായൽ കുറച്ച് നേരം തലകുത്തി മറിയാം. സംഭവം അടിപൊളിയായിരുന്നു. എല്ലാവരും അതിൽ ശരിക്കും എൻജോയ് ചെയ്തു. പണിയില്ല എന്ന് പറഞ്ഞു പോയൊരു കുളിച്ചാ വന്നത്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അനുഭവിക്കാൻ കഴിയും. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനമായിരുന്നു അത്. ബോട്ടിലെ തിമിർപ്പ് ശേഷം ഉച്ചയായപ്പോഴേക്കും ലഞ്ച് അങ്ങോട്ട് വന്നു. ഒരു അടിപൊളി ലഞ്ചായിരുന്നു. സൂപ്പർ സംഭവമായിരുന്നു. ലഞ്ചിന് ശേഷം കുറച്ച് പേര് ഉച്ചയായപ്പോഴേക്കും ഒന്ന് ഉറങ്ങി. പിന്നെ എഴുന്നേറ്റപ്പോഴേക്കും പലരും വട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയാനും കഥകളൊക്കെ പറയാൻ തുടങ്ങി. അവസാനം നമ്മുടെ ഗായകരുടെ ഒരു അടിപൊളി കരോക്കയും കൂടി പാടിക്കഴിഞ്ഞപ്പോഴേക്കും സംഭവം സൂപ്പറായി. അങ്ങനെ നാളുകൾക്കിപ്പുറം നടന്ന ഈ ഒരു ഉല്ലാസയാത്ര എന്ന് തന്നെ പറയാം. ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. ഏറ്റവും അവസാനം ഞങ്ങളെല്ലാവരും കൂടി നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നമ്മളങ്ങോട്ട് പിരിഞ്ഞു. സൂപ്പർ.